ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിതാ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് നല്ല ഇറങ്ങിയതാണ് കേട്ടോ. മുറ്റമൊക്കെ ആകെ കാടായി കിടക്കുമായിരുന്നു. നല്ല ഇല കൊഴിയുന്ന സമയമാണല്ലോ റബ്ബറിൻ്റെയൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെണ്ടയും ചമ്മലൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ മുറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്നുകൊണ്ട് അടിച്ചു വരട്ടെ. കുറച്ച് കൂട്ടുകാർ ഡേ മൈ ലൈഫ് ഇങ്ങനെ വീഡിയോ ഇടാൻ പറയാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് പെടലി വേദനയും കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം ഇരിക്കാൻ പറ്റാത്തതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ അതിനിപ്പം മടിക്കുന്നത്. പിന്നെ അത് ബെൽറ്റൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ചെയ്യാനും ചില കൂട്ടുകാരെ ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ എനിക്ക് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ അത് ഇട്ടിട്ട് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കഴുത്ത് താഴ്ത്താനൊന്നും കഴിയില്ല. അപ്പം ഞാൻ രാവിലെ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് സമയം അതിട്ടിട്ട് ഇരിക്കലാണ് കേട്ടോ ചെയ്യൽ. ഇനി പെടലി വേദനയെ കുറിച്ചിട്ട് കൂടുതൽ ഇതിൽ അറിയാനാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിലും അത് കുറച്ച് കുറയാൻ ഞാൻ എന്താ ചെയ്തതാണെന്നും കൂടി പിന്നെ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. തലേ ദിവസം വൈകുന്നേരം മുറ്റടിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. ഇന്നലെ പക്ഷേ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല വൈകുന്നേരം. അപ്പോൾ ആ സമയത്ത് അടിച്ചു വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചിന്നപ്പൻ്റെ തലമുടിയൊക്കെ ആകെ ജടയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ഛനൊക്കെ ഒന്ന് തലമുടി കെട്ടറുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളടിച്ചു വരിരുന്ന ചമ്മലകളൊക്കെ ഒന്ന് തീയിട്ടുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നല്ല തുണികളുണ്ടായിരുന്നു കഴുകിയിടാൻ. ഇത് നമ്മളെ മെഷീനിൽ കറക്കി കഴിഞ്ഞാൽ കുറേ സമയം അതിൽ കിടന്നാണ്ട് തിരിയേണ്ടി വരില്ല. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു വയർപ്പൊക്കെ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഒന്ന് കല്ലിലൊന്നാണ്ട് കുത്തി പിഴിഞ്ഞിടാന്ന്. പിന്നെ എപ്പോഴും നമ്മൾ കല്ലിൽ അലക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വൃത്തി വേറെ തന്നെയാണല്ലേ. അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മളെ മീൻ വണ്ടിക്കാരൻ വന്നത്. അപ്പോൾ അതാക്കൊണ്ട് മീനൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ചെമ്പല്ലി ഉണ്ടായിരുന്നു, മത്തി ഉണ്ടായിരുന്നു, അയില ഉണ്ടായിരുന്നു, കുറച്ച് മാന്തളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് അയില വാങ്ങിയിട്ട് പോന്നിട്ടുണ്ട്. നമുക്കിന്ന് പണിക്കാരുണ്ട് കേട്ടോ. പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വാങ്ങിയ മീൻ അയില വറുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ചായപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയതായിരുന്നു കേട്ടോ മുറ്റത്തേക്ക്. പുറത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ കുടിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ചെമ്പ് വെള്ളം കോരിയിട്ട് തിളപ്പിക്കാൻ വെക്കാൻ കുടിക്കണമല്ലോ. കുടിക്കാൻ ഞാൻ കിണറ്റിൽ നിന്ന് കോരലാണ്, അല്ലാത്ത ആവശ്യത്തിന് കുഴലടിക്കലുമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ സ്റ്റൗമ്മലായതുകൊണ്ട് തന്നെ തീയൊന്നും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ചുണ്ടാക്കിയിട്ട് വേണമായിരുന്നു. അപ്പോൾ കുടിക്കുന്ന വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നല്ല തിളക്കട്ടെ. ആ സമയം ഞാൻ നമ്മളെ ഏട്ടന് കേട്ടോ മീനൊക്കെ നന്നാക്കി തരുന്നുണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ നല്ലൊരു സഹായമാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. അപ്പോൾ അതാ ഇന്ന് ഏതായാലും മീൻ നന്നാക്കാനും മൂപ്പരാണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ കേട്ടോ നോക്കിയിട്ടുണ്ട്, ഒരു ഹായ് തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പണി. നമ്മളെ വീടിൻ്റെ അകമൊക്കെ ആകെ വലിച്ച് വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ കാര്യം എന്താ വെച്ചാൽ റൂമിൽ പെയിൻറ്റിങ് ആണ് കേട്ടോ. പെയിൻ്റ് അടിക്കുന്ന സമയത്ത് അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെ വാരി വലിച്ച് വെതറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ പെയിൻ്റ് അടിക്കുകയാണ്. റൂം ഒക്കെ മക്കൾക്ക് വെളിച്ചമില്ല എന്ന് പറഞ്ഞിട്ട് ഫുള്ള് വെള്ള പെയിൻ്റാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ഇന്ന് അടിയും തുടയൊന്നുമില്ല കേട്ടോ. ഇനി എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ മീനൊക്കെ ഇവിടെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ ആളോടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് പണിക്കാരന് ചോറ് കൊടുക്കാനുള്ള ചായ കൊടുക്കാനുള്ള സമയമായിട്ട് 10-11 മണിയാകുമ്പോൾ നമ്മളൊരു ചായ കൊടുക്കുമല്ലോ. അപ്പോൾ അതാ ഞാൻ നീർദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കറി മുട്ടക്കറിയാണ് കേട്ടോ. ഞാൻ ചോറ് വയ്ക്കാനൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. 2 തിള തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തെർമർ കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചോറിൻ്റെ ഒപ്പം അങ്ങനെ നിൽക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു ചായ കുടിക്കാൻ. തലയ്ക്കൊക്കെ വല്ലാത്തൊരു കനം ജലദോഷമാണ്. അപ്പോൾ ഒരു കട്ടൻ കുടിക്കാൻ തോന്നി. അപ്പോൾ പിന്നെ വേഗം ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അടുപ്പിൽ തീയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മീൻകറി അടുപ്പത്ത് വെക്കാമെന്ന്. അപ്പോൾ നല്ലൊരു ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഇത് ചീനച്ചട്ടി. അപ്പോൾ ഇത് ഒക്കെ നല്ലോണം ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മീൻകറി വെക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ വലിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്തുണ്ടല്ലോ ആ ചട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉൾഭാഗം പൊട്ടി അടർന്നോടെ കിടക്കുന്നുണ്ട് ഒരു കഷ്ണം. അത് അതിൻ്റെ കഷ്ണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചട്ടിയാണ് മാറ്റിയിട്ട് നമ്മളെ സാധാരണ ഉണ്ടാക്കണം ആ ചട്ടിയാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്, ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ സവാള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വേവോളം നല്ലോണം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ഞാനതിൻ്റെ മുമ്പായിട്ട് തന്നെ രണ്ട് എന്താ പറയുക, നമ്മളെ കുടംപുളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം നമ്മളെ മീനൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ അതിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായി ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു വേവ് കഴിഞ്ഞ് മീനൊക്കെ വെന്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കുടംപുളി അതിനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പുളി കൂടിപ്പോകും, കുടംപുളി അല്ലേ നല്ല പുളിയായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ തേങ്ങ അരച്ചത് കറിയിലേക്ക് ഉണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിക്ക് ഒഴിച്ച് കൊടുക്കുന്ന വെള്ളമൊക്കെ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ കറിയിൽ ഇത്ര വെള്ളം പോരാ കേട്ടോ, കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി വെക്കുമ്പോൾ ഉപ്പൊക്കെ പാകമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പാകി വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളെ ഉണക്കമുളക് ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ ഉപ്പേരിക്ക്. അപ്പോൾ പിന്നെ ഞാൻ നമ്മളെ പയർ ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പയറുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നത് അടച്ച് വെക്കുക. ഒരു കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ കിട്ടുന്ന പയറായിരുന്നില്ല കേട്ടോ. ചില പയറുകൾക്ക് വേവിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അവിടെ കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ നന്നായിട്ട് ഒന്നാണ്ട് അടച്ച് വെക്കുക. അപ്പോൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. പിന്നെ നമ്മളെ മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. കുറച്ച് മീൻ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് വറുക്കാൻ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി, ഉപ്പ്, വിനാഗിരി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മളെ സിമ്പിൾ ടേസ്റ്റി മീൻ വറുത്തതും ഇവിടെ റെഡിയാകും കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ കിച്ചണിൻ്റെ കോലം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ എന്നുള്ളിൽ പെറുക്കി ഞാൻ സിങ്കിലേക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകാനുള്ള എല്ലാ പാത്രങ്ങളും എടുക്കാനായിട്ട് വെച്ചതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് ഒഴിച്ച് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാകുകയാണ്. എന്നിട്ട് പിന്നെ തെണ്ടും വീതനൊക്കെ നല്ലോണം തുടച്ചെടുക്കുകയാണ്. നമ്മൾ സ്റ്റൗവും അടുപ്പിൻ്റെ വീതനയും ഒക്കെ നല്ലോണം ഒന്ന് തുടച്ച് നീറ്റാക്കി ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു ശീലമാക്കി മാറ്റുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് മോറിയിട്ട് ചെറിയ പാത്രങ്ങളിലേക്കൊക്കെ ഒന്നുകൊണ്ട് മാറ്റി കൊടുത്തിട്ട് നമ്മൾ അടുക്കളയും വീതനൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.